വിഷമഴ വെളിച്ചം കെടുത്തിയ ശോഭനയുടെ ജീവിതം 11 വയസ്സുകാരനായ മകന്റെ തണലിൽ. എൻഡോസൾഫാൻ വിഷമഴ പെയ്തിറങ്ങിയ പുല്ലൂർപെരിയയിലെ കോളോത്തെ ഈ ദുരിത കുടുംബത്തെ കണ്ടറിയാൻ ഇതുവരെ ആരും എത്തിയിട്ടില്ല. പിച്ചവെച്ചു നടന്ന മകൻ ഉണ്ണികൃഷ്ണന്റെ കളിച്ചിരികൾ കണ്ട ഓർമ്മ മാത്രമേ കേളോത്തെ ശോഭനയുടെ മനസ്സിൽ ബാക്കിയുള്ളൂ. കാഴ്ച മങ്ങിയതോടെ മകനും മകന്റെ കളികളും പിന്നീട് ഒരിക്കലും തിരിച്ചെത്താത്ത ശോഭനയുടെ കണ്ണിൽ നിന്നും മാഞ്ഞുപോയി. മകന് 3 മാസം പ്രായമുള്ളപ്പോൾ ഭർത്താവും ഉപേക്ഷിച്ചു പോയതോടെ ശോഭനയും മകൻ ഉണ്ണികൃഷ്ണനും ജീവിതത്തിൽ തനിച്ചായി. പൂർണ്ണമായും കാഴ്ച നഷ്ടപ്പെട്ട ശോഭനയെ എൻഡോസൾഫാൻ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും സഹായധനമെന്നും ലഭിച്ചിട്ടില്ലെന്ന് ഇവർ പറയുന്നു. രാവിലെ ചായയെല്ലാം വെച്ചുകൊടുക്കും, അമ്മയുടെ കയ്യിലും പിടിച്ച് പോകുന്നു. കാനങ്ങടെ അവിടെ പോകണമെങ്കിൽ അമ്മയുടെ കൈ പിടിക്കാതെ നമുക്ക് പോകാൻ പറ്റില്ല, കൈ പിടിക്കാതെ എവിടത്തേക്കും പോകാൻ പറ്റില്ല. വള്ളിപ്പടർപ്പുകളും കുറ്റിക്കാടുകളും നിറഞ്ഞ പറമ്പിലാണ് ഇവരുടെ താമസം. ചോർന്നൊലിക്കുന്ന മേൽക്കൂരയ്ക്ക് കീഴെ അമ്മയ്ക്ക് തണലായി ഉണ്ണികൃഷ്ണനും കൂട്ടിയിരിക്കുന്നു. കളിച്ചു നടക്കേണ്ട ബാല്യത്തിൽ ഗൗരവമേറിയ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അമ്മയോടൊപ്പം അലക്കാൻ സഹായിക്കണം, പാചകം ചെയ്യണം, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ. രാമണീശ്വരം ഹയർ സെക്കൻഡറി സ്കൂളിലെ 7ാം തരം വിദ്യാർത്ഥിയാണ് ഉണ്ണികൃഷ്ണൻ. നിറമുള്ള സ്വപ്നങ്ങളുമായി ജീവിക്കേണ്ട ബാല്യം ഉടയാതിരിക്കണമെങ്കിൽ ഉണ്ണികൃഷ്ണന് തണലൊരുങ്ങണം. ഇരുട്ടുപടർന്ന ശോഭനയുടെ കണ്ണുകളിൽ ഇത്തിരി വെളിച്ചമെങ്കിലും എത്തണം. എല്ലാറ്റിലുമായി ആരെങ്കിലും എത്തുമെന്ന പ്രതീക്ഷ മാത്രമാണ് ഇവരെ മുന്നോട്ട് നയിക്കുന്നത്. റിപ്പോർട്ടർ, കാസർഗോഡ്.